പറഞ്ഞാ കൂടി പോകും ബ്രോ. ഓവറായിട്ട് വരുത്താനൊന്നും ഇല്ല അതിനകത്ത്. നല്ല അടിപൊളി പടമാണ്. ഫസ്റ്റ് ഹാഫ് കണ്ട് ആരും വരും, സെക്കൻഡ് ഹാഫ് എന്റെ പൊന്ന അന്യാടിസ്റ്റ് മറ്റേ കാര്യം പറയാനുള്ളൂ. സെക്കൻഡ് പോടാ ഒരു ഒട്ടും ഇമ്പ്രസീവ് എനിക്ക് തോന്നുന്നു. ഒരു മാസം എനിക്ക് ഒരു മാസ് എലവേഷനും ഇല്ല, സ്ക്രിപ്റ്റും വീക്കാണ് മൊത്തത്തിൽ. സത്യം പറഞ്ഞ തൊലിഞ്ഞ പടം. യെസ്, ഫൈനലി ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. സിനിമാ പ്രേമികൾ കാത്തിരുന്ന, വിജയ് ഫാൻസ് കാത്തിരുന്ന ഗോട്ടിന്റെ റിവ്യൂ എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നേരെ ഗോട്ട് റിവ്യൂലേക്ക്. രാവിലെ ഫാൻ ഷോ, സത്യം പറഞ്ഞാ ദൈവമേ 250 രൂപ കൊടുത്ത് ഫാൻ ഷോയ്ക്ക് കാണാനുണ്ടോ? എങ്ങനെയുണ്ടോ? ഒന്നുമില്ല ബ്രോ, ഒന്നുമില്ല. ഓക്കെ, എന്നാലും പറഞ്ഞാ കൂടി പോകും ബ്രോ. എന്നാൽ ഇവര് പറഞ്ഞത് ഫാൻസിനെ അർമാദിക്കാനുള്ളൊരു വിജയ് ഫാൻ എന്ന നിലയിൽ വലിയ കഥയൊന്നും പ്രതീക്ഷിക്കാതെ വന്നാലോ? തോലിച്ചു വെച്ചേക്കുന്നു ബ്രോ, ഒരു വായിക്ക് കൊള്ളത്തില്ല. ഓക്കെ, പക്ഷെ എങ്ങനെയുണ്ട്? പടം പൊളിയാണ്, പൊളിയാണ്, വേറെ ലെവലാണ്. വില്ലൻ വിജയ് സെക്കൻഡ് പാർട്ട് ഉണ്ട്. ഓക്കെ ബ്രോ, അതാണ് എല്ലാവർക്കും അറിയേണ്ടത്. എന്നാ ഞാൻ ഫസ്റ്റ് ഹാഫ് പറഞ്ഞ തിരിച്ചെടുത്ത്. ഫസ്റ്റ് ഹാഫ് കണ്ട് ആരും വരും, സെക്കൻഡ് ഹാഫ് എന്റെ പൊന്ന അന്യാടിസ്റ്റ് മറ്റേ കാര്യം പറയാനുള്ളൂ. സെക്കൻഡ് പോടാ. സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യം നമ്മൾ ഫസ്റ്റ് ഹാഫ് പ്രതീക്ഷിച്ചുള്ളൂ, അല്ലാതെ കഥയിൽ വലിയ പൊതുവെ എല്ലാവരും പറയാണ്ട് വിജയ് എല്ലാം ഒരേ ടൈപ്പാണ്. ഇതിനകത്ത് ആരും പറയത്തില്ല. ഞാൻ ഒരു ഉറപ്പ് ഞാൻ ഫാൻസിനെ അർമാദിക്കാനുള്ളതുണ്ട്, സ്റ്റോറി അതിനകത്തുണ്ട്. സ്റ്റോറി ഇല്ലെന്ന്. സെക്കൻഡ് ഹാഫ് ഫുൾ ട്വിസ്റ്റ് ആണ്. ലാസ്റ്റ് നിങ്ങൾക്ക് കാണണം എന്ന് ഞാൻ പറയത്തുള്ളൂ. ഫസ്റ്റ് ഹാഫ് മാത്രം കണ്ടുകൊണ്ട് ക്കുള്ള റോള് അത് നമ്മളെ ഡീഗ്രേഡ് ചെയ്ത് കളിയൊക്കെ കുറേ. പക്ഷെ ഇത് വരുമ്പോ അറിയാം അതിനകത്ത് എന്തുവാണ്. ഓക്കെ ഓക്കെ, പറഞ്ഞോ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര ബോറായിട്ട് തോന്നി. സെക്കൻഡ് ഹാഫിലും ഒന്നും മാറിയില്ല പ്രത്യേകിച്ച്. ഇല്ല, ഭയങ്കര ഒരു റീസെന്റ് കണ്ട വിജയ് സിനിമകളിൽ ഭയങ്കര ബോറായിട്ട് തോന്നി. സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും സാധാരണ വിജയ് പടത്തിൽ ഒരു മാസ് എലമെന്റ്സ് ഒക്കെ കാണത്തില്ലേ, ഇതിൽ മാസ് എലമെന്റ്സും ഇല്ല. പിന്നെന്തുവാണ്, നമ്മൾ ആദ്യം പറഞ്ഞില്ല ജെമിനിമാൻ കണക്ക് എന്താ സൈഫൈ ആണ്. സൈഫൈയും വന്നില്ല, മാസും വലുതായിട്ട് വന്നില്ല. മൊത്തത്തിൽ ഭയങ്കര ബോറ് പടമായിട്ട്. ഫാൻസിനുള്ള എന്തെങ്കിലും, ഫാൻസിനുള്ളത് വലിയ മാസ് മൂവ്മെന്റ്സ് ഒന്നുമില്ല. ഒട്ടും ഭയങ്കര എനിക്ക് ബോറായിട്ട് തോന്നി പടം. ഈ സ്ക്രിപ്റ്റ് വൈസ് ഭയങ്കര സോങ്സ് അങ്ങനെ ഒന്നുമില്ല, BGM വലിയ ഇതൊന്നും ഇല്ല, വലിയ സുഖമൊന്നുമില്ല. എനിക്ക് മൊത്തത്തിൽ ഒരു അപരാധം പടമായിട്ട് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഫാൻ ഷോ ഫാൻസിന് തൃപ്തിപ്പെടില്ല ഒട്ടും. ഇല്ല, ഞാൻ വിജയ് ഫാനാണ്, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ ഓക്കെ, മറ്റേ നമ്മുടെ വെങ്കട് പ്രഭുവിന്റെ ക്രോസ് ഓവറും സിനിമാറ്റിക് യൂണിവേഴ്സും അങ്ങനെ റെഫറൻസ് കാര്യങ്ങളും ഒക്കെ റെഫറൻസ് ഉണ്ട്. പക്ഷെ പടം സ്ക്രിപ്റ്റും വൈസ് മൊത്തത്തിൽ കൊള്ളത്തില്ല. പിന്നെ റെഫറൻസ് വന്നാൽ എന്തോന്ന് വന്നില്ലെങ്കിൽ എന്ത്. ഒരു തളപതിയുടെ ആറാട്ട് മൂഡിലാണ് എടുത്തു വെച്ചേക്കുന്നത്. തളപതി ആറാട്ട് മൂടൊന്നും അല്ല, ഒരു ഒട്ടും ഇമ്പ്രസീവ് എനിക്ക് തോന്നുന്നു. ഒരു മാസം എനിക്ക് ഒരു മാസ് എലവേഷനും ഇല്ല, സ്ക്രിപ്റ്റും വീക്കാണ് മൊത്തത്തിൽ. സത്യം പറഞ്ഞ തൊലിഞ്ഞ പടം. ഫാൻ ഷോ മുതലാക്കി വർഗക്ഷീണമുണ്ട്. എങ്ങനെയുണ്ടായി ഫാൻ ഷോയ്ക്ക് വന്നിട്ട്? എങ്ങനെയാണ് പടം? വിജയുണ്ടോ? വിജയുടെ പടമല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട്? നല്ല പടമായിരുന്നു, ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു. വിജയൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അവര് മേക്കിംഗ് ഇത്തിരി ബെറ്റർ ആക്കിയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഒരു നമ്മള് നോർമലി കാണുന്ന ഒരു വിജയ പടം തന്നെയാണ്. സ്റ്റണ്ട് ആയാലും ബാക്കി കാര്യങ്ങളായാലും എല്ലാം തന്നെ. പക്ഷെ ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞല്ലോ വെറും ഒരു കോമഡി ആക്കി കളഞ്ഞു. വിജയ് തൂക്കി, കാർട്ടൂൺ ടോം ആൻഡ് ജെറി പറയാനുള്ളൂ. എന്നാലും ഫാൻസിനെ സെക്കൻഡ് ഹാഫ് പൊളിക്കുമെന്നാണ്. സെക്കൻഡ് ഹാഫ് എന്തൊരു സിനിമ തന്നെയാ. പടം പൊളി തന്നെയാ. കാരണം ഓവർ ഹൈപ്പില്ലാന്ന് കണ്ടത്. കാരണം ഹൈപ്പ് കൊടുക്കരുതെന്ന് ഈ പടത്തിന് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഓവർ ഹൈപ്പില്ലാതെ പടം കണ്ട് പടം പൊളിയാണ്. പിന്നെ ഒരു ഇതിനകത്ത് കാരണം സെക്കൻഡ് പാർട്ട് ഉണ്ട് പടത്തിന്. ഇതുവരെ കണ്ടിട്ടുള്ള വിജയിലെ പടത്തിലെ വ്യത്യാസമായിട്ട് ഡിഫറൻസ് ഓവറായിട്ട് വരുത്താനൊന്നും ഇല്ല അതിനകത്ത്. നല്ല അടിപൊളി പടമാണ്. ഈ വെളുപ്പിനെ വന്ന് ടിക്കറ്റ് എടുത്ത് കണ്ടോണ്ടാണ്? അല്ലല്ല, നല്ല സിനിമയാണ്, കുഴപ്പമില്ല. അല്ലാതെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നോക്കുവാണെങ്കിൽ വിജയ് ഫാൻ എന്ന് മാറ്റി ഒഴിപ്പിച്ച് പ്രേക്ഷകനിൽ നിന്ന് നോക്കുവാണെങ്കിൽ പടം എങ്ങനെയുണ്ട്? അതായത് കുറച്ച് VFX കാര്യങ്ങളൊക്കെ കുറച്ച് ഇതുണ്ട്. പക്ഷേ സിനിമ നല്ല സിനിമയാണ്. രോമാഞ്ചപ്രദമായിട്ട് പടമായി. ഇഷ്ടപ്പെട്ട്? ഇഷ്ടപ്പെട്ട്. അല്ലല്ല, വിജയ് ഫാൻസ് എന്നുള്ള രീതി പറയാന്ന് അതോ പ്രേക്ഷകൻ എന്ന രീതി? ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ് മാച്ച് കാണാറുണ്ട്. മതിയായോ? എനിക്ക് ഇഷ്ടപ്പെട്ടു.